അമൽ, മധ്യകേരളത്തിൽ പൊതുവെ മഴ എങ്ങനെയുണ്ട്? കൊച്ചിയിലും ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലകളിലെ സ്ഥിതി എന്താണ്? ഒപ്പം തന്നെ ഈ പെരിയാർ അടക്കമുള്ള നദികളിലെ ജലനിരപ്പും എങ്ങനെയാണ് കാര്യങ്ങൾ? മനു, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. അതായത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണിത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇത്തരത്തിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും, അതായത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ മഴ ശക്തമാകുന്ന കാഴ്ചകൾ കാണാൻ ആ മഴ തുടരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ മഴ അല്പം ഒന്ന് മാറി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഉച്ചയോടുകൂടി വീണ്ടും മഴ ശക്തമാകാനുള്ള സാധ്യതകളാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് എറണാകുളം ജില്ലയിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ, ഒപ്പം തന്നെ മലയോര മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ നിലവിൽ നൽകിയിട്ടുണ്ട്. അതായത് ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ മാറ്റിവെക്കുക, രാത്രി യാത്രകൾ അടക്കം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. മണ്ണിടിച്ചിൽ, ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ പോലുള്ള അപകടങ്ങൾക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മഴ കനക്കുന്നതോടുകൂടി ഇത്തരത്തിൽ അതിനുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെയാണ് രാത്രികാല യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ തീരപ്രദേശങ്ങളിലുള്ളവർക്കും ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മത്സ്യബന്ധനത്തിന് വേണ്ടി പോകുന്നവർ അത് മാറ്റിവെക്കുക, അത്തരം മത്സ്യബന്ധന പ്രക്രിയകളിലേക്ക് ഏർപ്പെടാൻ വേണ്ടി പാടില്ല എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഈ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വെള്ളം കയറുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നിന്നും മാറി താമസിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റിടങ്ങളിൽ, കളമശ്ശേരി പോലുള്ള പലയിടങ്ങളിലും മഴ ശക്തമാവുന്ന സാഹചര്യങ്ങൾ വെള്ളം കയറുവാനുള്ള സാധ്യതയുണ്ട്. അവിടെയുള്ള ജനങ്ങളും ആ വീടുകളിൽ നിന്നും അപകട സാധ്യത ഉണ്ടെങ്കിൽ മാറി താമസിക്കുക എന്ന നിർദ്ദേശം തന്നെയാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ 40 കിലോമീറ്റർ വേഗതയുള്ള കാറ്റോടുകൂടി അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ തുടർച്ചയായ മഴയാണ് എറണാകുളം ജില്ലയിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വെള്ളക്കെട്ടുകൾ, ഒപ്പം തന്നെ നദികളിലൊക്കെ ഇറങ്ങുന്നതും ഒഴിവാക്കുക, ഇറങ്ങി കുളിക്കുന്ന പോലുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, അത്തരം അപകട സാധ്യതകളൊക്കെ തന്നെ ഒഴിവാക്കുക എന്നാണ് നിലവിൽ അത്തരം നിർദ്ദേശങ്ങളാണ് നിലവിൽ നൽകുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ നദികളിലടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നദികളിൽ ഇറങ്ങി കുളിക്കുക, അത്തരത്തിലുള്ള അപകട സാധ്യതകളൊക്കെ തന്നെ ഒഴിവാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മനു.